പ്രീതേ, ഈ ഇസ്രയേല് അടിക്കും എന്ന് പറഞ്ഞിരുന്നു. ആർക്കെതിരെ? ഇറാനെതിരെ. എന്നിട്ട് ഇപ്പൊ നല്ല ഏറ്റവും അടിയാണെന്ന് കൊടുത്തിരിക്കുന്നത്. നല്ല ഒന്നാന്തര അടി കിട്ടിയിട്ടുണ്ട്. കാരണം ഈ ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണം അല്ലെ, അത് ആണവ പരീക്ഷണങ്ങൾ അതൊക്കെ നിർത്തണം എന്നുള്ളതാണ്. അതായത് ആണവ ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നിർത്തണം, പരിമിതപ്പെടുത്തണമെന്നാണ് US പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ പൂർണ്ണമായിട്ടും നിർത്തണമെന്നായിരുന്നു ഇസ്രായേലിന്റെ അവകാശവാദം. അപ്പോൾ ഈ ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ എന്തായാലും വെടിപൊട്ടും എന്നുള്ളത് ഉറപ്പായിരുന്നു. അപ്പൊ ഒരുപക്ഷെ ആ ചർച്ച പരാജയപ്പെട്ടു എന്ന് വേണം ഇപ്പൊ ഉണ്ടായിട്ടുള്ള വെടിപൊട്ടലിലൂടെ നമ്മൾ മനസ്സിലാക്കാനുള്ളത്. അതുപോലെ തന്നെ ഇതിനിടയിൽ ഈ ഇറാൻ ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറെ ഡാറ്റാസ് അത് എടുത്തു വെച്ച്, അതായത് എങ്ങനെയോ ചോർത്തിയെടുത്തു. ആ വാർത്തകളും ഇതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ സാധാരണ ഇസ്രായേലാണ്, അമേരിക്കയൊക്കെയാണ് ഇത്തരത്തിലുള്ള അതെ, ഈ അമേരിക്കയും ഇസ്രായേലുമാണ് ഇതുമായി ഇങ്ങനത്തെയുള്ള ചോർത്തലുകളൊക്കെ കൂടുതൽ നടത്തുന്നത്. അപ്പൊ ഇത് നേരെ തിരിച്ചായി പോയി. എന്നിട്ട് അത് ഇറാന്റെ പ്രധാനപ്പെട്ട ഖമനേയി ആണെന്ന് തോന്നുന്നു, ആയത്തുള്ള അലി ഖമനേയി ആണെന്ന് തോന്നുന്നു. അത് ഞങ്ങൾ ചോർത്തിയിട്ടുണ്ട്. അതോ ഇനി ഡിഫൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഇത് ചോർത്തിയിട്ടുണ്ടെന്ന് അവർ സ്ഥിരീകരിക്കുകയും ചെയ്തു. സ്വാഭാവികമായിട്ടും അപ്പോ ഇസ്രായേലിന് അത് പണി വരുന്ന വഴി ഇതാണ് എന്നുള്ളത് മനസ്സിലാവുകയും ചെയ്യുമല്ലോ. അപ്പൊ എന്തായാലും ഈ വിവരം ചോർത്തിയത് എന്നുള്ള വിവരം ഇസ്രായേലിനുണ്ട്. ഇറാൻ ഇസ്രായേലിന്റെ സൈനിക വിവരങ്ങളെല്ലാം ചോർത്തി, പ്രധാനപ്പെട്ട വിവരങ്ങളെല്ലാം ചോർത്തി എന്നുള്ളതുകൊണ്ട്. അതേസമയം തന്നെ ഇറാൻ ഈ അമേരിക്കയ്ക്ക് നേരെയും ഇസ്രായേലിന് നേരെയും ഒരു പ്രധാനപ്പെട്ട മിസൈല് ഓങ്ങി വെച്ചിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത കൂടി ഇതിനിടയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഈ പറയുന്ന രണ്ട് രാജ്യങ്ങൾക്കും പ്രശ്നമാണ്. അമേരിക്ക ഒരു സൈഡിൽ കൂടി എന്താ പറയാ, ഈ ഭീകരവാദികൾക്കുള്ള താങ്ങും തണലുമായി നിൽക്കുകയും ഇപ്പുറത്ത് വന്ന് ഞങ്ങൾ വളരെ നല്ലവന്മാരാണ്, വിശുദ്ധരാണ്, കുഞ്ഞാടുകളാണ് എന്ന് പറയുന്ന പറ്റിക്കുന്ന ഒരു സ്വഭാവം, ഇരട്ട മുഖം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഒരു തിരിച്ചടിയായിട്ട് വേണമെങ്കിൽ നമുക്ക് അമേരിക്കക്കെതിരെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയാമായിരുന്നു. പക്ഷെ എന്തായാലും ഈ രണ്ട് രാജ്യങ്ങൾക്കെതിരെയും ഇറാൻ ഇങ്ങനെ മിസൈൽ ഓങ്ങിയിരിക്കുന്നു എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നു. അപ്പോൾ 3 കാര്യങ്ങളല്ലേ. ഒന്ന്, വിവരം ചോർത്തി. 2, ആണവ ചർച്ച പരാജയമായിട്ടുണ്ടാകാം. 3ാമത്തത്, ഈ മിസൈൽ ഇസ്രായേലിന് നേരെയും അമേരിക്കയ്ക്ക് നേരെയും കരുതി വെച്ചിരിക്കുന്നു എന്നുള്ള വിവരം. അപ്പൊ പിന്നെ ഇസ്രായേൽ കാത്തു നിന്നിട്ടുണ്ടാവില്ല, വെച്ചങ്ങ് അടിച്ചു കൊടുത്തു, തിരിച്ചങ്ങ് കൊടുത്തു. അതായത് ഇറാന്റെ ആണവ പ്ലാന്റുകളെ ലക്ഷ്യമിട്ടിട്ടാണ് ഈ ആക്രമണം എന്നുള്ളത് IDF, അതായത് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് മാത്രവുമല്ല, അതിന്റെ പേരിട്ടിരിക്കുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ്. ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്നാണ് പേരിട്ടിരുന്നത്. എന്തായാലും ഇതിൽ അവർക്ക് ഇറാന് കനത്തൊരു നഷ്ടം കൂടി സംഭവിച്ചിട്ടുണ്ട്. കാരണം ഈ ആക്രമണത്തിൽ ഇസ്ലാമിക് റെവല്യൂഷൻ ഗാർഡ് കോർപ്സ്, അതിന്റെ IRGCയുടെ മേധാവി മേജർ ജനറൽ ഹൊസൈൻ സലാമി കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഒരു തലയെ അവിടെ ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ പറയില്ലേ, എന്താ പറയാ, പുറപ്പെട്ട് അരക്കച്ച കെട്ടിയൊക്കെ ഇറങ്ങുക, അങ്ങനെ എന്തോ ഒരു ചൊല്ല് പറയുമല്ലോ, കച്ച കെട്ടി ഇറങ്ങിയ. ഇപ്പോ ഹമാസിന് നേതാക്കളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഒരു ഇൻചാർജ് കൊടുത്തിരുന്ന മുഹമ്മദ് സിൻവാറിനെയാണ് കഴിഞ്ഞ ആഴ്ച തട്ടിയത്. അപ്പൊ ഹമാസിന് ഇതൊന്നുമില്ല. ഇസ്രായേൽ വെച്ചടിക്കുമ്പോ തലകളെയാണ് അടിക്കുന്നത്. തലയെല്ലാം പോയി കഴിഞ്ഞാൽ പിന്നെ ഈ വാലുകൾ എവിടെ ഇരുന്ന് ആടാനാണ് എന്നുള്ളതുണ്ടാവും. കൊണ്ടേ പോരുള്ളൂ എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. തുടക്കത്തിൽ തന്നെ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ കേന്ദ്രങ്ങളൊക്കെ ആക്രമിക്കുമ്പോൾ അവർക്ക് കൃത്യമായ വിവരം ഉണ്ടാവും. ഇവര് ചോർത്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോർത്തലുകാരാണ് ഇസ്രായേൽ. ഈ ജൂതന്മാരുടെ ബുദ്ധി എന്ന് പറയുന്നത് മൊസാദ് പോലെ തന്നെ യൂണിറ്റ് 18 അങ്ങനെ എന്തോ ഒരുപാടുണ്ട് ഇവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ. അതിന്റെ ഒരു വലിയ വിങ് ഉണ്ട്. പലതരത്തിലുള്ള കാര്യങ്ങൾ ചേർന്നതാണ് ഈ ഒരു
മൊസാദ് എന്ന് പറയുന്നതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ മനസ്സിലായി. അതിന്റെ ഓരോരോ വിങ്ങും സ്പെഷ്യലൈസ്ഡ് ആണ്. ഓരോ വിഭാഗത്തിലും അത്രയും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ ജൂതന്റെ ബുദ്ധിയാണ്, പിടിച്ചാ കിട്ടൂല. അത് ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ മക്കനെ ഇട്ടോളൂ എന്ന് പറയുന്നിടത്തല്ല അവരുടെ ബുദ്ധി അവസാനിക്കുന്നത്. ഇവര് ചിന്തിച്ച് അവസാനിപ്പിക്കുന്നതിന്റെ 10 മടങ്ങ് അപ്പുറത്തായിരിക്കും ഈ പറയുന്ന ജൂതന്മാര് ചിന്തിച്ചു പോകുന്നത്. അപ്പൊ അത്രത്തോളം അവരുടെ, കാരണം അവർക്ക് അത് നിലനിൽക്കണമെങ്കിൽ അങ്ങനെ ചിന്തിച്ചേ പറ്റുള്ളൂ. ചുറ്റും ഇത്തരത്തിലുള്ള രാജ്യങ്ങളോട് പടപൊരുതിയിട്ടാണ്. അതെ, അപ്പൊ അങ്ങനെയുള്ളവരോട് ഇത്രയും നാളും പടവെട്ടിയാണ് ആ രാജ്യം വളർന്നത്. അപ്പൊ അവർ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകും. നമ്മൾ ഈ റഷ്യയുടെ കഥ പറഞ്ഞ പോലെ റഷ്യൻ സൈനികർ ഇങ്ങനെ യുദ്ധം ചെയ്ത് യുദ്ധം ഇപ്പൊ അവർക്കൊരു പുത്തരിയല്ല. അല്ല, അവർക്കതൊന്നും ഇനിയിപ്പം ഒരു രോഗത്തിൽ തുറന്ന പോലെ ഉണ്ടാവില്ല. നാറ്റോക്ക് ഇപ്പൊ ഒരു പണി ഇപ്പൊ വരും എന്നുള്ളത് തന്നെയാണ്. കാരണം ബ്രിട്ടനും ജർമ്മനിയും ഒക്കെ കാത്തിരിക്കുകയാണ്. അപ്പോ എന്തായാലും ഇവരുടെ തലസ്ഥാനമായിട്ടുള്ള ടെഹ്റാനിൽ വെള്ളിയാഴ്ച രാത്രിയിലാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയത്. ആ ആക്രമണത്തിലാണ് ഇവരുടെ സൈനിക മേധാവി കൊല്ലപ്പെട്ടത്. തല തന്നെ പോയി. ഇനി അടുത്ത തലേനെ അവരോധിച്ചിട്ട് വേണം. അവരോധിക്കുന്നതിന് മുമ്പ് അടുത്തത് എന്തൊക്കെ ചെയ്തു കൂട്ടും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അപ്പൊ എന്തായാലും ഈ ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന പേരിൽ ഇറാന്റെ ആണവ പദ്ധതികളൊക്കെ ലക്ഷ്യമിട്ടാണ് ഈ ആക്രമണം നടന്നത്. 2024 ഇറാൻ ഇസ്രായേലിന് നേരെ ആദ്യമായിട്ട് നേരിട്ട് നടത്തിയ ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചത് ഈ ഹുസൈൻ സലാമി ആയിരുന്നു. ആ തലയാണ് പോയത്, തെറിച്ചത് ഇപ്പൊ ആ തലയാണ്. അപ്പൊ അന്ന് 300-ലധികം ഡ്രോണുകളും മിസൈലുകളും ഒക്കെ വിന്യസിച്ചിട്ടായിരുന്നു ഈ ആക്രമണം നടന്നത്. അപ്പൊ എന്തായാലും കഴിഞ്ഞ ദിവസം ഈ സലാമി പറഞ്ഞത് ഏത് സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും നേരിടാൻ ഇറാൻ പൂർണ്ണമായി സജ്ജമാണ് എന്നാണ്. ഇന്ന് ആ വാക്ക് പറയാൻ ഈ പറയുന്ന സലാമി ഇല്ല. പൂർണ്ണമായി സജ്ജമായിരുന്നിടത്തു നിന്നാണ് അദ്ദേഹത്തിന്റെ തലയും കൊണ്ട് ഇസ്രായേൽ പോയത്. അത് ഒരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഇറാന്റെ മറ്റ് പല ഉന്നത സൈനിക മേധാവികളും ഉന്നതരും ഒക്കെ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ പതിയെ അവർക്ക് സ്ഥിരീകരിക്കേണ്ടി വരും. കാരണം ഇപ്പൊ പെട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണക്കേടാണ്. ഞങ്ങളിപ്പ അടിക്കും എന്ന് പറഞ്ഞ മിസൈലൊക്കെ എടുത്തു വെച്ചിരുന്ന ആൾക്കാരാണ് പെട്ടെന്ന് ഒരു ദിവസം കയറി ഇസ്രായേൽ അടിക്കുന്നു, തവിട് പൊടിയാകുന്നു. ഈ കാര്യങ്ങളൊക്കെ ഈ ഇറാനെ തൊടുമ്പോ എന്തിനാണ് അമേരിക്കക്ക് നോക്കുന്നതെന്നൊക്കെ ഉള്ളത് ചിന്തയുണ്ട്. അത് മറ്റൊരു സ്റ്റോറിയാണ്. അത് മറ്റൊരു രീതിയിൽ തന്നെ പറയേണ്ടി വരും. അപ്പൊ എന്തായാലും ഈ ആക്രമണത്തില് 2 മുതിർന്ന ആണവ ശാസ്ത്രജ്ഞരും കൂടി കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ സൈനിക മേധാവി കൊല്ലപ്പെട്ടു, മറ്റു പല ഉന്നതര് കൊല്ലപ്പെട്ടിട്ടുണ്ട്, ആണവ ശാസ്ത്രജ്ഞര് കൊല്ലപ്പെട്ടു. ഇനി ഇവര് എങ്ങനെ ഇരുന്നിട്ട് ഈ ആണവ പരീക്ഷണം നടത്തും? എവിടെ ഇരുന്ന് നടത്തും? അതൊരു ചോദ്യമാണ്. കാരണം ഇതെല്ലാം നടത്തുന്ന ഈ അമേരിക്കയുടെ ഒക്കെ കൂടി ആണല്ലോ. അപ്പൊ അതെല്ലാം ഇവർക്ക് കിട്ടുന്ന അടി അമേരിക്കക്ക് കരണത്തേക്കെന്നുള്ളത് ഈ പറയുന്ന ഇസ്രായേലിന് അങ്ങനെയാണ്. അത് ചോദിച്ചു വാങ്ങുന്നതാണ്. വെറുതെ ഇരിക്കുന്ന ആൾക്കാരെ പോയിട്ടല്ല. അപ്പൊ ഈ പറയുന്നത് പോലെ ആറ്റമിക് എനർജി ഓർഗനൈസേഷൻ ഓഫ് ഇറാന്റെ മുൻ തലവൻ ഫറൈഡൂൺ അബ്ബാസി, ടെഹ്റാനിലെ ഇസ്ലാമിക് ആസാദ് സർവകലാശാല പ്രസിഡന്റ് മുഹമ്മദ് മെഹ്മദി തഹ്റാൻജി എന്നിവരൊക്കെയാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. 2010 ടെഹ്റാനിൽ ഫറൈഡൂൺ അബ്ബാസിക്ക് നേരെ വധശ്രമവും നടന്നിട്ടുണ്ട്. അതാര് നടത്തി എന്നുള്ളത് വിവരമൊക്കെ പിന്നാലെ വരട്ടെ. നമുക്ക് ഇതൊന്നും പറയാൻ പറ്റില്ല. ആരെ എവിടെ ചെന്ന് ആരെയൊക്കെ തട്ടുന്നു എന്നുള്ളത് കരുതി വെച്ചതും വെച്ച് കരുതി ഇരിക്കുന്നതേ ഉള്ളൂ. അടി ചെന്ന് കഴിഞ്ഞിട്ടുണ്ട്.